രാത്രി 9:30 വീട്ടിലേക്ക് 2 തേനീച്ചക്കൂട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ ഒരു വീട്ടിൽ മണത്തലയിലാണ്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഒരിക്കലാണ് ഇത് തേനീച്ചയുടെ സപ്ലൈ ചെയ്യണത്. അപ്പോൾ ആൾ 2 കൂട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടിൽ തേനീച്ചയൊക്കെ നിറച്ച് ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറ്റുമ്പോൾ കുത്താണ്ടിരിക്കാൻ വേണ്ടി കയറുകൊണ്ടൊക്കെ കെട്ടി തുണിയിലൊക്കെ പോയി ഭദ്രമായിട്ട് വെച്ചുള്ളത്. അങ്ങനെ ആ 2 കൂടായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഓൾറെഡി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലനെ ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് തുണിയെല്ലാം അയച്ചിട്ട് മെല്ലനെ കൂട് കയറ്റി വെച്ചു. ഇത് കൂട് 3 തട്ടായിട്ടാണ് വരിക. ഇനി ഇതിൻ്റെ അടിയത്തെ തട്ട് ഒന്നുകൂടി പിടിപ്പിക്കാനുണ്ട്. അതിലാണ് അതിൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ വെച്ച് ഒന്ന് കറക്റ്റായി സെറ്റാക്കിയതിന് ശേഷം അടിയത്തെ കൂട് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഒരു പാത്രത്തിൽ അതിൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ കാട്ടി പറഞ്ഞു തന്നു. അതേമാതിരി ചെയ്യണമെന്നാണ് പറഞ്ഞുള്ളത്. നല്ല പേടിയുണ്ട്, കുത്ത് കിട്ടിയ നല്ല വേദനയുള്ള സംഭവമാണ്. അപ്പോൾ 2 തേനീച്ചക്കൂടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ വെക്കണം കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പായി കാട്ടി തന്നു. എന്നിട്ട് അതിന് ശേഷം മെല്ലനെ തേനീച്ച പോലും അറിയാത്ത രീതിയിൽ എടുത്തിട്ട് കൂട് മുകളിൽ വെച്ചു. നല്ല കയറുകൊണ്ട് ഒന്ന് നന്നായി വലിച്ച് കെട്ടി അതേമാതിരി ഒരു കൂട് ഇപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 കൂടാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ആ കൂടും കൂടിയും പിടിപ്പിക്കണം. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തേനെടുക്കുക, അതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതികളൊക്കെ. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെ അടുത്ത കൂടും മെല്ലനെ കൊണ്ടുവന്ന് തുണിയൊക്കെ ഊരി കയറും കാര്യങ്ങളൊക്കെ അതും കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കൊണ്ടുവരുന്ന കാരണം ഇളകിയാൽ കുത്താണ്ടിരിക്കാൻ അടുത്ത സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമ്മേക്ക് വീണ്ടും അത് കയറ്റി വെച്ച് മെല്ലനെ അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കയറുകൊണ്ട് കെട്ടി. പിന്നെ ആളെ വീട്ടിലത്തെ ഈ തേനീച്ചയ്ക്കുള്ള പൂവും കാട്ടിയാന്നുള്ളത്.